ഈ ലോകത്തിന് നന്മ ഭവിക്കട്ടെ എന്ന സങ്കല്പത്തോടു കൂടി ഉണ്ടായ ഈ ഭൂപടത്തിലെ ഏകരാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യാനുള്ള കാരണം നമുക്ക് അന്നം തരുന്ന ഭൂമിയാണ്. ഇത്രയും ജലസമൃദ്ധമായ ഭൂമി വേറെയില്ല. അതുകൊണ്ട് രാഷ്ട്രം എന്ന കൽപ്പനയോടൊരു വൈകാരിക ബന്ധമുള്ള ഒരു ജനതയാണ് ഇവിടെ ജീവിച്ചത്. അവർ പല രാജ്യങ്ങളായി ജീവിച്ചു, അതൊരു സത്യമാണ്. ഇവിടെ പല രാജ്യങ്ങൾ, അപ്പം ഒന്ന് നമ്മൾ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ വന്നതുകൊണ്ട് ഈ പറയുന്ന കൊളോണിയൽ ആധിപത്യത്തിന്റെ അവശിഷ്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഈ രാഷ്ട്രവും രാജ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അനേകം രാജ്യങ്ങളായി ഈ രാഷ്ട്രം നിലനിന്ന സമയത്താണ് 9-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യര് ഇങ്ങ് തെക്ക് കാലടിയിൽ നിന്ന് അങ്ങ് വടക്ക് കാശ്മീരത്തിൽ എത്തിയിട്ട് സർവജ്ഞപീഠം കയറുന്നത്. ഇവിടെ ശങ്കരാചാര്യർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പശ്ചിമഘട്ടത്തിൽ ഏതെങ്കിലും കുന്ന കയറി ഇരുന്നാൽ പോരായിരുന്നു, മലയെ കയറി ഇരുന്നാൽ പോരായിരുന്നു. എന്തിനു ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു? ദുർലഭേ ഭാരതേ ജന്മ എന്നാ പറഞ്ഞത്. ദുർലഭേ കേരള ജന്മം നല്ല ശങ്കരൻ പറഞ്ഞത്. വേണമെങ്കിൽ ഈ ചതുർമഠങ്ങളും കേരളത്തിൽ അങ്ങ് തെക്ക് വടക്ക് സ്ഥാപിച്ചാൽ പോരായിരുന്നു. എന്തിന് ഇങ്ങനെ 4 ഭാഗത്തായിട്ട് 4 മഠങ്ങൾ സ്ഥാപിക്കണം? സാംസ്കാരിക ഏകതയ്ക്ക് വേണ്ടി ശങ്കരൻ നടത്തിയ തീർത്ഥാടനം. ഇവിടെ പലരും പറയുന്ന വെള്ളക്കാരൻ ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല, ഭാരതം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. വെള്ളക്കാരന് രാഷ്ട്രസങ്കല്പം ഉണ്ടാകുന്നതിന് മുന്നേ രാഷ്ട്രസങ്കല്പം ഉണ്ടായ സ്ഥലമാണ് ഇവിടെ.